ज्ञान का संग्रह और बुद्धि का विकास केवल हमारे शिक्षकों के द्वारा ही प्राप्त हो सकता है। नमस्कार दोस्तों, आप सभी को कोकोनट लेडी चैनल पर स्वागत है। आज हमारे शिक्षक दिन है, तो मैंने यही बातें आपसे की क्योंकि अब हमारा बुद्धि का विकास और अपना ज्ञान का विकास केवल हमारे अध्यापकों के बिना तो हो ही नहीं सकता। उनके मार्गदर्शन से ही हमारा जीवन सफल बन सकता है। നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾക്ക് അധ്യാപക ദിനം അല്ലേ? അപ്പം ഈ അധ്യാപകരുടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അധ്യാപകർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഒരു പോയിന്റിൽ നിൽക്കുന്നവരാണ്. അവരാണ് നമ്മുടെ വഴി തിരിച്ചു വിടുന്നവർ അല്ലേ? അങ്ങനെ എല്ലാവർക്കും കാണും നല്ല നല്ല കുറച്ച് അധ്യാപകർ. അപ്പം ഇന്നത്തെ ഈ അധ്യാപക ദിനത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് വാക്കുകൾ, ഹിന്ദിയിലെ കുറച്ച് വാക്കുകൾ, അത് അതായത് നമ്മുടെ ടീച്ചേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു ഇൻസ്പിറേഷൻ അല്ലേ, മാർഗദർശനം, അതുപോലെ മോട്ടിവേഷൻ, ആ ഒരു ക്ഷമ, അങ്ങനെ പല ശീലങ്ങൾ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കാറുണ്ട്, നമ്മുടെ അധ്യാപകർ നമുക്ക് മനസ്സിലാക്കി തരാറുണ്ട്. അതിനൊക്കെ എന്തായിരിക്കും ഹിന്ദിയിൽ പറയുക എന്ന് നമുക്ക് നോക്കിയാലോ? तो शुरू करते हैं आज का सेक्शन। दोस्तों, आज मैं आप सबके सामने ऐसे खड़ी हूँ तो वो केवल अपने मेरे प्रिय अध्यापकों की वजह से ही है, क्योंकि मैं आज आपसे ऐसे बात कर रही हूँ तो वो मेरे अध्यापक के मार्गदर्शन से है, उनकी शिक्षण से है. ഇന്ന് ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ടീച്ചേഴ്സിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെയും ഒരു വഴിത്തിരിവ് അല്ല, അവരെനിക്ക് തന്ന ഒരു മോട്ടിവേഷൻ കൊണ്ടാണ്. तो मैं आपसे ऐसे शब्दों के बारे में कहूँगी कि പ്രേരണ यानी क्या होता है? പ്രേരണ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേരിപ്പിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ വിചാരിക്കും. ആണോ? പ്രേരണ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രേരണ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രേരിപ്പിക്കുന്നതിനല്ല, ഇൻസ്പയർ ചെയ്യുന്നതിനാണ്. എന്താണ്? നമ്മളെ അതിന് മോട്ടിവേറ്റ് ചെയ്യണം, നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്തെങ്കിലും നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്പയർ ചെയ്ത് അവർ നമ്മളെ ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്നു അല്ലേ? ഇൻസ്പിറേഷൻ എന്നുള്ള വാക്കിൻ്റെ ഹിന്ദിയാണ് പ്രേരണ. इंस्पिरेशन के लिए हम क्या बोलते हैं हिंदी में? प्रेरणा. ठीक है. और अगला शब्द, पहला शब्द हमने ये पढ़ा कि इंस्पिरेशन के लिए क्या बोलते हैं. इंस्पिरेशन के लिए हम प्रेरणा शब्द का उपयोग करते हैं. ठीक है. तो दूसरा शब्द है पेशेंस. पेशेंस के लिए क्या कहते हैं? പേഷ്യൻസിന് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുക? സബ്ബല്ല, സബ്ര എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് എന്നാണ് അർത്ഥം. സബ്ര എന്ന് പറയുന്നതാണ് പേഷ്യൻസ് എന്ന വാക്കിൻ്റെ ഹിന്ദി മ്യൂട്ട്. ഓക്കെ. മൂന്നാമത്തെ വാക്കായിട്ട് മടി കൂടാതെ, വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, മടി കൂടാതെ എന്നുള്ളതിൻ്റെ ഹിന്ദി എന്തായിരിക്കും? നിസങ്കോച്ച് എന്നാണ് മടി കൂടാതെ എന്ന വാക്കിൻ്റെ ഹിന്ദി വാക്ക്. ഓക്കെ, മനസ്സിലായോ? ഇപ്പം നമ്മൾ ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഇൻസ്പിറേഷൻ എന്താ പറയുക? പ്രേരണ. രണ്ടാമത്തെ വാക്ക് പേഷ്യൻസിന് എന്താ പറയുക? സബ്ര. അതുപോലെ മൂന്നാമത്തെ വാക്കാണ് നമ്മൾ പഠിച്ചത് എന്ത്? മൂന്നാമത്തെ വാക്കാണ് നമ്മൾ പഠിച്ചത് എന്താ? മടി കൂടാതെ, വിത്തൗട്ട് ഹെസിറ്റേഷൻ, നിസങ്കോച്ച്. ഓക്കെ. ഇനി നമുക്ക് എന്താണ് നമ്മൾ ട്രിബ്യൂട്ട് എന്ന വാക്ക് എന്താണ്? നമ്മൾ അവർക്ക് വേണ്ടി നേരുന്നു അല്ലേ? നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നു, ഒരാൾക്ക് വേണ്ടി ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഹിന്ദിയിൽ? ശ്രദ്ധാഞ്ജലി. ട്രിബ്യൂട്ട് എന്നുള്ള ഹിന്ദിയുടെ വാക്ക് എന്താണ്? ശ്രദ്ധാഞ്ജലി. ഇന്ന് നിങ്ങൾ അധ്യാപക ദിനത്തിന് പഠിച്ച ഒരു 4 വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് വീഡിയോ കണ്ടിന്യൂ ആയി പോകണമല്ലോ, അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ അധ്യാപക ദിനത്തിന് തന്നെ ഒരു ക്ലാസ് ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഒരു 4 വാക്കുകൾ എങ്കിലും പഠിപ്പിച്ച് തരാം അല്ലെ പറഞ്ഞു തരാം എന്ന് വിചാരിച്ച് വന്നത്. ആ 4 വാക്കുകൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തേ. നമുക്ക് ഈ 4 വാക്കുകൾ എങ്ങനെ നോക്കാം? ഒരു സെൻറ്റൻസ് വൈസ്. ഓക്കെ, ആ സെൻറ്റൻസിൽ ഉപയോഗിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിയത് ഇൻസ്പിറേഷൻ എന്നുള്ള വാക്കാണ്.
അപ്പോൾ ഇൻസ്പിറേഷൻ ഹിന്ദി എന്തായിരുന്നു? പ്രേരണ. അപ്പോൾ ആ പ്രേരണ വെച്ചിട്ട് ഒരു സെൻറ്റൻസ് പറയാം. എങ്ങനെ പറയാം? मेरे अध्यापक मुझे प्रेरणा देने वाले प्रमुख पात्र थे. मेरे अध्यापक मुझे प्रेरणा देने वाले प्रमुख पात्र थे. എന്താണ്? എന്നെ ഇൻസ്പിറേഷൻ നൽകിയ ഒരു മെയിൻ ഫാക്ടേഴ്സായിരുന്നു എൻ്റെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? പ്രേരണ, ഇൻസ്പിറേഷൻ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് വേർഡ് എന്തായിരുന്നു? പേഷ്യൻസ്. പേഷ്യൻസിന് എന്താ പറയുക? സബ്ര. सब्र का फल मीठा होता है. सब्र का फल मीठा होता है. പേഷ്യൻസ് അവിടെ നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സ്വീറ്റായിട്ടുള്ളതായിരിക്കും, നല്ലതായിരിക്കും എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ വേർഡ് പഠിച്ചത് വിത്തൗട്ട് ഹെസിറ്റേഷൻ. എന്താണ്? നിസങ്കോച്ച് എന്നുള്ള വാക്കാണ്. നിസങ്കോച്ച് എന്നുള്ളത് എന്ത് പറയാം? നിസങ്കോചിത് ഹോക്കർ अपनी बातों को सबके सामने प्रस्तुत करना चाहिए. निसंकोच होकर अपनी राय बतानी चाहिए. विदाउट एनी हेसिटेशन यू हैव टू ടെൽ യുവർ ഓൺ സജഷൻസ്, അല്ലേ? നിങ്ങളുടെ വേർഡിങ്സ് അല്ലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും മടി കൂടാതെ, മടിച്ചു നിൽക്കാതെ, നിസങ്കോച്ച് ഹോക്കർ പ്രസ്തുത് കർണാ ചാഹിയെ. മടിച്ചു നിൽക്കാതെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ നാലാമത്തെ വേർഡ് പഠിച്ചത് എന്തായിരുന്നു? ട്രിബ്യൂട്ട്. ഓക്കെ, നാലാമത്തെ വേർഡ് നമ്മൾ പഠിച്ചതാണ് ട്രിബ്യൂട്ട്. ട്രിബ്യൂട്ടിൻ്റെ എന്തായിരുന്നു ഹിന്ദി വേർഡ്? ശ്രദ്ധാഞ്ജലി. मैं यह वीडियो अपना अध्यापक दिन के ये वीडियो अपने अध्यापकों के लिए श्रद्धांजलि पूर्वक പ്രസ്തുത് करती हूँ. ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ടീച്ചേഴ്സിനായിട്ട് ട്രിബ്യൂട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ് എന്നാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് ടൈമിൽ നമുക്ക് ഇതുപോലത്തെ വാക്കുകളുടെ ഹിന്ദി ആയിരിക്കും ചിലപ്പോൾ കിട്ടാതെ പോകുന്നത്. ബാക്കി നോർമലി യൂസ് ചെയ്യുന്ന വേർഡുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഇതുപോലത്തെ ഒരു 4 വാക്കുകൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ വന്നത്. അടുത്തൊരു നല്ലൊരു സെക്ഷനുമായിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ ബൈ ഫ്രം കോക്കനട്ട് ലേഡി. ബൈ ബൈ.